ഹൈ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 9 വരെയാണ് ഈ എക്സാമിന് അപേക്ഷിക്കുവാൻ സാധിക്കുക. ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത കൃത്യമായി പരീക്ഷ നടത്തുകയും കൃത്യമായി റിസൾട്ട് പ്രഖ്യാപിക്കുകയും കൃത്യമായി പോസ്റ്റ് നൽകുകയും ചെയ്യുന്ന ഒരു എക്സാമാണ്. കേരളത്തിന്റെ IAS പരീക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. KS തെരഞ്ഞെടുപ്പിന് ഒറ്റഘട്ടമായി 100 മാർക്ക് വീതമുള്ള 2 പേപ്പർ അടങ്ങിയ പ്രാഥമിക പ്രിലിമിനറി പരീക്ഷ ഈ വരുന്ന 2025 ജൂൺ 14 നടത്തും. 100 മാർക്ക് വീതമുള്ള 3 പേപ്പർ അടങ്ങിയ അന്തിമ വിവരണാത്മക പരീക്ഷ മെയിൻ പരീക്ഷ ഈ വരുന്ന 2025 ഒക്ടോബർ 17-18 തീയതികളിൽ നടത്തും. 2026 ജനുവരിയിൽ അഭിമുഖം പൂർത്തിയാക്കി 2026 ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് PSC ചെയർമാൻ അറിയിച്ചിരിക്കുന്നു. പ്രാഥമിക പരീക്ഷയുടെയും അന്തിമ പരീക്ഷയുടെയും സിലബസ് വിജ്ഞാപനത്തോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ KS തെരഞ്ഞെടുപ്പിന്റെ സിലബസ് ആണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ KS സിലബസ് കാണാവുന്നതാണ്. പ്രാഥമിക പരീക്ഷയിലും അന്തിമ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യോത്തരത്തോടൊപ്പം തന്നെ മലയാള പരിഭാഷയും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ് കന്നഡ പരിഭാഷയും ലഭ്യമാക്കുമെന്നും PSC ചെയർമാൻ അറിയിച്ചിരിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഉത്തരം എഴുതുവാനും സാധിക്കുമെന്ന് PSC ചെയർമാൻ അറിയിച്ചിരിക്കുകയാണ്. ഈ വഴി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഒരു IAS കാരനാവാൻ, കേരളത്തിലൊരു IAS ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള നല്ലൊരു അവസരമാണ്. ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും MA മോട്ടിവേഷൻ PSCയുടെ ഹൃദ്യമായ വിജയാശംസകൾ നേരുകയാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ PSC എക്സാമിന് അപ്ലൈ ചെയ്യുക. വളരെ സിമ്പിളായി മൊബൈലിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ PSC അപ്ഡേറ്റുകളുമായി കാണുന്നവരേക്ക് അവർക്കും താങ്ക് യു.